ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും വഴിമുട്ടിയിരിക്കുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിൽ 4 രാജ്യങ്ങൾ ചേർന്ന് മുന്നോട്ട് വെച്ച സമാധാന ഉടമ്പടി സുഡാൻ സൈന്യം തള്ളിയതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. സൈനിക മേധാവി ജനറൽ അബ്ദൽ ഫത്താഹ് അൽ ബുർഹാൻ ഈ കരാറിനെ ഇതുവരെ സമർപ്പിച്ചതിൽ വെച്ച് ഏറ്റവും മോശം രേഖ എന്നാണ് വിശേഷിപ്പിച്ചുകൊണ്ട് നിരാകരിച്ചത്. US, സൗദി അറേബ്യ, ഈജിപ്ത്, UAE എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ക്വാഡ് മധ്യസ്ഥ സംഘമാണ് പുതിയ സമാധാന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. വെടിനിർത്തൽ കരാർ സംബന്ധിച്ചുള്ള കൂടുതൽ സുപ്രധാന വിവരങ്ങളും വാർത്തയുടെ വിശദാംശങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. സുഡാൻ സൈന്യത്തിന്റെ തലവനും ഭരണസമിതിയുടെ അധ്യക്ഷനുമായ ജനറൽ അബ്ദൽ ഫത്താഹ് അൽ ബുർഹാനാണ് US നേതൃത്വത്തിലുള്ള സമാധാന ഉടമ്പടി നിരാകരിച്ചത്. ഈ കരാർ സുഡാൻ സായുധ സേനയെ ഇല്ലാതാക്കുകയും സുരക്ഷാ ഏജൻസികളെ പിരിച്ചുവിടുകയും എന്നാൽ RSF മിലിഷ്യ പോലുള്ള അവരുടെ സ്ഥാനങ്ങളിൽ നിലനിർത്തുകയും ചെയ്യുന്ന ഒന്നാണെന്ന് ബുർഹാൻ ആരോപിച്ചു. മധ്യസ്ഥ ശ്രമങ്ങൾ ഏകപക്ഷീയമാണെന്നും US ഉപദേഷ്ടാവായ മസദ് ബൗലോസ് സൈന്യത്തിന് മേൽ വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും ബുർഹാൻ വിമർശിച്ചു. കരാർ സൈന്യം നിരാകരിച്ചതിന് പിന്നാലെ RSF കമാൻഡർ ജനറൽ മുഹമ്മദ് ഹംദാൻ ദഗാലോ അന്താരാഷ്ട്ര ശ്രമങ്ങളോട് പ്രതികരിച്ച് ഏകപക്ഷീയമായി 3 മാസത്തെ മാനുഷിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. രാഷ്ട്രീയ ചർച്ചകൾക്ക് മുന്നോടിയായി RSF പൂർണ്ണമായും സാധാരണ ജനവാസ മേഖലകളിൽ നിന്ന് പിന്മാറിയാൽ മാത്രമേ വെടിനിർത്തലിന് സൈന്യം തയ്യാറാവൂ എന്ന് ജനറൽ ബുർഹാൻ വ്യക്തമാക്കി. US, സൗദി അറേബ്യ, ഈജിപ്ത്, UAE എന്നീ 4 രാജ്യങ്ങൾ ഉൾപ്പെട്ട ക്വാഡ് മധ്യസ്ഥ സംഘമാണ് 3 മാസത്തെ മാനുഷിക വെടിനിർത്തലിനും തുടർന്ന് 9 മാസത്തെ രാഷ്ട്രീയ പ്രക്രിയയും ഉൾപ്പെടുന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. 14 ദശലക്ഷത്തിലധികം ആളുകൾ പലായനം ചെയ്യപ്പെടുകയും രാജ്യത്തിന്റെ പല ഭാഗങ്ങളും കടുത്ത ക്ഷാമം നേരിടുകയും ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മാനുഷിക പ്രതിസന്ധിയാണ് നിലവിൽ സുഡാനിലുള്ളത്.